ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഉറക്കം കിട്ടാത്തവരുണ്ട്, ആലോചിക്കും തോറും തലയ്ക്കകത്ത് വല്ലാതെ അസ്വസ്ഥത ഇങ്ങനെ കൂടി ഞെരുങ്ങുന്നവരുണ്ട്. നിനക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്താ മെച്ചമെന്നറിയോ? നിനക്ക് ശക്തി കിട്ടിയാൽ ഈ ഭൂമിയിൽ നിനക്ക് യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ബലം കിട്ടും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് പൗലോസ്ലീഹ നൽകുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. വായിച്ചോ. വിജാഗിരി കണ്ടിട്ടുണ്ടോ? വിജാഗിരി എവിടെയാ? വിജാഗിരി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു ചേട്ടൻ എന്തോ ഈ പറയുന്നത്, വിജാഗിരിയുടെ അവസ്ഥയോ? അതെ അച്ഛാ. മക്കള് പറയും കൂടെ ഉണ്ടാവും. എന്നെ കേൾക്കുന്ന ഭാര്യമാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ വിഷമം മനസ്സിലാവുമോ? പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ അനേകം ആകുലതകൾക്കും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള അനേക ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഉത്തരമാണ് ആര്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവദൂതൻ കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വന്ന ചില ചോദ്യങ്ങളാണ് ആ വചനം. ഒന്ന് വായിച്ചേ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 34 വായിക്കാം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം മറിയത്തിന്റെ ഉള്ളിലുള്ള ആകുലതയാണ്, ആങ്സൈറ്റി. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭാരം. പരിശുദ്ധ മറിയത്തിന്റെ ചോദ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ടുമാറോ, ഈ വർഷം എന്താകും? എൻ്റെ ജീവിതം എങ്ങനെയാകും? ഇങ്ങനെ പോയാൽ എന്തായിത്തീരും എൻ്റെ കുടുംബം? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരൻസ്, മാതാപിതാക്കൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഉറക്കം കിട്ടാത്തവരുണ്ട്, ആലോചിക്കും തോറും തലയ്ക്കകത്ത് വല്ലാതെ അസ്വസ്ഥത ഇങ്ങനെ കൂടി ഞെരുങ്ങുന്നവരുണ്ട്. ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ആകുലതകൾക്കും എല്ലാ ഭാരങ്ങൾക്കുമുള്ള ഉത്തരം ആരാണ്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ലൂക്ക് 1:35. എന്താണ് വചനം? വായിച്ചേ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കണ്ടോ, പരിശുദ്ധ അമ്മയുടെ ഈ ചോദ്യം, സംശയം, ആകുലത, അതിന്റെ മുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങുമ്പോൾ അവിടെ ഉത്തരം കിട്ടും, സംശയം മാറും, ഭാരം മാറും. പ്രൈസ് ദി ലോർഡ്. വലതും ഇടതും ഇരിക്കുന്നവരോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പറഞ്ഞു കൊടുത്തേ. 2025 നിന്റെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് കണ്ണം പൂട്ടി വിശ്വസിച്ചോ. നിങ്ങളുടെ ചോദ്യം എത്ര ഭീകരമാണെങ്കിലും, എത്ര ആഴപ്പെട്ടതാണെങ്കിലും, എത്ര കൺഫ്യൂസ്ഡ് ആണെങ്കിലും ഈ ആൻസർ നീ നെഞ്ചിൻ്റെ അകത്ത് ഉറപ്പിച്ചങ്ങ് വിശ്വസിച്ചോ. പരിശുദ്ധാത്മാവാണ് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷകൻ തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായൊരു വചനമാണ്. ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കണ്ടോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തുവാ? പറഞ്ഞേ. ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലോട്ട് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കും? ശക്തി ലഭിക്കും. ഈ 2025 നിനക്ക് എന്താ വേണ്ടത്? ശക്തി വേണം. എന്തിന്?
നിന്റെ ചോദ്യങ്ങളും സംശയങ്ങളും ആകുലതകളും ഭയചിന്തകളെ നേരിടുന്നതിന് നിനക്കെന്ത് വേണം? ശക്തി വേണം. അടുത്തിരിക്കുന്ന ആളോട് കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞ് ശക്തി വേണമെന്ന് പറ. ചിലത് വല്ലാണ്ട് ക്ഷീണിച്ചായിരിക്കുന്നല്ലേ, ആ ക്ഷീണിച്ചിരിക്കുന്നവരോട് പറ നിനക്ക് ശക്തി വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തിന് ശക്തി വേണം? എന്തിന് ശക്തി വേണം? ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിനക്ക് ശക്തി വേണം. ഹല്ലേലൂയാ. അത് 6 പാക്കും 8 പാക്കും കൊണ്ട് മസിൽ പവറിന്റെ ശക്തിയല്ല, മറിച്ച് നീ നന്നായി ആത്മീയമായി ബലം പ്രാപിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഈ ബലം പ്രാപിക്കുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വചനം ഒന്നും കൂടെ വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം വായിച്ചോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്നിട്ട് അടുത്ത വചനം വായിച്ചോ. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ. നിനക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്താ മെച്ചമെന്നറിയോ? നിനക്ക് ശക്തി കിട്ടിയാൽ ഈ ഭൂമിയിൽ നിനക്ക് യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ബലം കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ബലം കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ ഇടവകയിൽ പ്രവർത്തിക്കുന്നതിന് കൃപ കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള കൃപ കിട്ടും. ഇല്ലെങ്കിൽ എന്നാ പറ്റും? മരവിച്ച് മന്ദോഷണരായി അല്ലേ? എന്നാ പറയാനാ, ചിലരുടെയൊക്കെ ഇരിപ്പും പരിവവും കണ്ടിട്ടില്ലേ? വല്ലാണ്ട് വിഷമം, ഭാരം, ഓർക്കുന്തോറും സങ്കടം അല്ലേ? അതുകൊണ്ടല്ലേ ചിലരുടെ നമുക്ക് മുഖം കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് നീ എന്താ വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ കാരണം അമ്മച്ചി? എന്താ കാരണം? വ്യാകുല മാതാവിന്റെ ചൈതന്യം ഉള്ളത് കൊണ്ടാണോ? അല്ല, ആ മുഖത്ത് മുഴുവൻ സങ്കടമാണ്. ചിലരെ കണ്ടിട്ടില്ലേ, രാവിലെ എഴുന്നേക്കുമ്പോൾ മുതൽ അവർക്ക് സങ്കടം ഉള്ളൂ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ആണോ ചേട്ടാ? അല്ല. എന്തിനാ? നീ ശക്തി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ സക്കറിയായുടെ പ്രവചനം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു വചനം. സക്കറിയ, ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 4 വേഴ്സ് 6. ആർക്കെങ്കിലും ഈ വചനം അറിയാവോ? സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, എന്റെ ആത്മാവിലാണ്. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ, സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, എന്റെ ആത്മാവിലാണ്. ഒന്നും കൂടെ ചെത്തി പറഞ്ഞ്, സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, എന്റെ ആത്മാവിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ എങ്ങനെയാ പാടുന്നത്? സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഒന്ന് പാടിക്കേ, അറിയാവുന്ന പാട്ടാണല്ലോ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ വരികളാണത്. സൈന്യത്താലെയല്ല, കരബലത്താലെയല്ല, ദൈവത്തിന്റെ ആത്മാവാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ 2025 ദൈവം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാം തിരുവചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 11. പൗലോസ് ശ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ പോവാണ്. ഒന്ന് വായിച്ചോണം കേട്ടോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം തിരുവചനം. അത് പൗലോസ് ശ്ലീഹയുടെ ഒരു ആശംസയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് പൗലോസ് ശ്ലീഹ നൽകുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. വായിച്ചോ. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ. അതായത് പൗലോസ് ശ്ലീഹ നമുക്കൊരു ആശീർവാദം നൽകുകയാണ്, ഒരു ആശംസ നൽകുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? ബലം വേണം, ബലം പ്രാപിക്കണം. ക്ഷീണിച്ചു പോകരുത്.
ഈ 2025 പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിതത്തിന് ബലം കിട്ടും. ബലം ശക്തി. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ഒരു 4-5 പേരോട് സന്തോഷത്തോട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ബലം നൽകും. പറഞ്ഞു കൊടുത്തേ. പരിശുദ്ധാത്മാവ് ബലം നൽകും. അടുത്തിരിക്കുന്ന ആളെ വിളിച്ചു പറ. ആ വ്യക്തിനെയൊക്കെ വിളിച്ചു പറ. ചിലപ്പോൾ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടാവും. വിളിച്ചു പറ. ഹല്ലേലൂയാ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ അടുത്തിരിക്കുന്നവരെ വിളിച്ചിട്ട് പറയണം, പരിശുദ്ധാത്മാവ് ബലം നൽകും, ശക്തി നൽകും. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഉയർപ്പിന്റെ ദിവസം ഈശോ ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു. കഥകടച്ച് പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാർ അകത്തിങ്ങനെ വിഷമിച്ചിരിക്കുക. അവരുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ അവരോട് പറഞ്ഞു, സമാധാനം. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ സമാധാനം അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 വായിക്കും. എന്താണ്? റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പേടിച്ചരണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പറഞ്ഞേ. നിനക്കിപ്പോ വിഷമമുണ്ടോ? എന്ത് ചെയ്യണം? പറയൂ. ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഉറക്കമില്ല. ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരുന്നിട്ട് ഉറക്കമില്ല. എന്ത് ചെയ്യണം? ഉറക്കം കിട്ടാനായിട്ട് കോമഡി ഷോ കണ്ടിട്ട് കിടന്നാൽ ഉറക്കം കിട്ടുമോ ചേട്ടാ? ഇല്ല. എന്ത് ചെയ്യണം? ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കം കിട്ടാത്തവരുണ്ട്. ഉണ്ടെന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്. അച്ഛാ, ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ഭാരം. പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിക്കണം. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിങ്ങനെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദൈവിക സത്യം നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് എപ്പോഴും അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും മാത്രമല്ല. പലപ്പോഴും ഉള്ള നമ്മുടെ ഒരു ചിന്ത എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളിലേക്ക് എപ്പോഴും നയിക്കും. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയുടെ ചുട്ടുപഴുത്ത അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ വരണ്ട അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ ഞെരുങ്ങുന്ന സഹനത്തിന്റെ അവസ്ഥയിലേക്ക് നയിക്കും. ഇല്ലേ? ഞാനിത് പറയുമ്പോൾ ചിലരുടെ അവസ്ഥ, എൻ്റെ അച്ഛാ ഇതാണ് എൻ്റെ അവസ്ഥ, അല്ലേ? ഇതാണ് എൻ്റെ അവസ്ഥ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിക്കും. പരിശുദ്ധാത്മാവ് നയിക്കും. ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരൻ എന്നോട് പറയും, എൻ്റെ അച്ഛാ, എൻ്റെ അവസ്ഥ വിജാഗിരിയുടെ അവസ്ഥയാണ്. വിജാഗിരി കണ്ടിട്ടുണ്ടോ? വിജാഗിരി എവിടെയാ? വിജാഗിരി. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ചേട്ടൻ എന്തോ ഈ പറയുന്നത്, വിജാഗിരിയുടെ അവസ്ഥയോ? അതെ അച്ഛൻ വിജാഗിരി കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് കാണിച്ചു തരികയാ. കട്ടിളപ്പടിക്കും വാതിലിനും ഇടയിലിരുന്ന് ഞെരുങ്ങുന്നതാണ് വിജാഗിരി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ വിജാഗിരിനെ പോലെ ഈ ഞെരുങ്ങുവാണല്ലോ, ആരുടെ ഇടയിൽ കിടന്നാ ഞെരുങ്ങുന്നത്? എൻ്റെ അച്ഛാ, ഒരു വശത്ത് എൻ്റെ ഭാര്യ, മറ്റു വശത്ത് എൻ്റെ അമ്മ. ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുവാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിൽ ഇടിയും ഭൂകമ്പമാണ്. ഞാൻ ആരെ ശ്രദ്ധിക്കണം? ഞാൻ ആരെ അനുസരിക്കണം? എൻ്റെ അമ്മ ഒരു വശത്ത് രാവിലെ തൊട്ട് തുടങ്ങും, എൻ്റെ ഭാര്യ ഒരു വശത്ത് തുടങ്ങും. അമ്മ പറയും, എടാ നീ പെൺകോന്തനായി പോകരുത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവള് പറയണം മുഴുവൻ കേട്ടോണ്ട് നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്, ഞാൻ പറയണ കേൾക്കണം. അപ്പോൾ ഉടനെ തന്നെ ഭാര്യ വിളിച്ച് മുറി കൊണ്ടുപോയിട്ട് പറയും, എൻ്റെ മനുഷ്യൻ, നിങ്ങൾ എന്നെയാ കല്യാണം കഴിച്ചത്, അമ്മേനെ കേട്ടോണ്ടിരിക്കാനല്ല, ഞാൻ പറയണ കേൾക്കണം. അമ്മയുടെ ഒറ്റപുത്രനായിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? പോരാ, ഞാൻ പറയണത് കേൾക്കണം. എൻ്റെ അച്ഛ, ഞാൻ ആരെ കേൾക്കും? അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് ഞാൻ എന്താണ്? വിജാഗിരിയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലര് വേറെ ചില കാര്യങ്ങൾക്കിടയിൽ വിജാഗിരിയാണ്, അല്ലേ? ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞെരുക്കം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കും. സംശയമുള്ളവര് വായിച്ച് ധ്യാനിക്കാൻ ലൂക്കാ സുവിശേഷം
4-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 1 വായിക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു ജോർദാൻ നദിയിൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ വലിയ അത്ഭുതം അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ട വലിയ അത്ഭുതം കണ്ട് അനുഭവിച്ചിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാ? പറഞ്ഞേ, എങ്ങോട്ടാ? മരുഭൂമിയിലേക്കാണ്. ആരെയും മരുഭൂമിയിലേക്ക് നയിക്കുന്നത്? യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. എത്ര നാള് മരുഭൂമിയിൽ? 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ. കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു അമ്മച്ചി? ഇല്ല. കൂടെ നാട്ടുകാരുണ്ടായിരുന്നോ? ഇല്ല. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. നീ സഹിക്കുമ്പോൾ നിന്റെ കൂടെ വല്ലവരും ഉണ്ടാവുമോ? ഇല്ലെന്ന്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോ ആഹ്ലാദിക്കാൻ കുറെ പേര് വരും. നിങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് ആഹ്ലാദിക്കാൻ കുറെ പേര് വരും. നിങ്ങൾ ഓർത്ത് നോക്കിക്കോ, സങ്കടമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളുടെ കുരിശ് യാത്രയിൽ നിങ്ങൾ എന്നും ഒറ്റയ്ക്കായിരിക്കും. ആരും കൂടെ ഉണ്ടാവില്ല. ഈശോ കുരിശ് യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നോ? യെസ്. ഈശോ കുരിശ് കടന്നപ്പോ ഒറ്റയ്ക്കായിരുന്നോ? യെസ്. ഒറ്റയ്ക്കായിരിക്കും. ആരും കൂടെ ഉണ്ടാവില്ല. ചിലരൊക്കെ പറയും യെസ് ഞാൻ കൂടെ ഉണ്ടാവും, വെറുതെ വാക്ക് മാത്രമേ ഉള്ളെന്ന്. ഏട്ടനൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, വല്ലവരും കൂടെ ഉണ്ടായിരുന്നു? എന്തോരം കണ്ണുനീര്, എന്തോരം സങ്കടവും. ആരാ കൂടെ ഉണ്ടായിരുന്നേ? ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് പോലും മനസ്സിലായില്ല ചേട്ടന്റെ വിഷമം, അല്ലേ? കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും, പക്ഷേ ആർക്കാ മനസ്സിലായിരിക്കുന്നേ? ആർക്കാ മനസ്സിലാവണേ? മക്കള് പറയും കൂടെ ഉണ്ടാവും. എന്നെ കേൾക്കുന്ന ഭാര്യമാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ വിഷമം മനസ്സിലാവുമോ? നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാവുമോ? മാതാപിതാക്കൾക്ക് മനസ്സിലാവുമോ? കളിക്കൂട്ടുകാരെ തൊട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ആരാ കൂടെ ഉണ്ടാവണേ? യു ആർ ഓൾവേസ് ഓൾ എലോൺ. ആരും ഉണ്ടായില്ലെന്ന്, ഒറ്റയ്ക്ക് തന്നെയാ. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. ഈ വാട്സപ്പിലിരുന്നും ഫേസ്ബുക്കിലിരുന്നും ഇൻസ്റ്റാഗ്രാമിലിരുന്നും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ എളുപ്പ. അതിങ്ങനെ സഹിക്കുമ്പോ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ആ വിഷമം അങ്ങ് മനസ്സിലാവുള്ളൂ. ഈശോ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്നു. ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത് ആരാ? പറഞ്ഞേ, ആരാ? പരിശുദ്ധാത്മാവാ നയിച്ചത്. എന്ന് പറഞ്ഞാൽ നീ ഓർത്തോണം, ചുട്ടുപഴുത്ത അവസ്ഥയിലും ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നീ നിൽക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നിന്റെ കൂടെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഒറ്റയ്ക്കല്ലെന്ന്. നമ്മൾ നോക്കുന്നത് മനുഷ്യരെയാണ്, വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ആരെയും കാണുന്നില്ലല്ലോ. ആരും ഉണ്ടായേല. എന്നാൽ നിന്നെ മരുഭൂമിയിലേക്ക് എത്തിച്ച് നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ടാകും. കണ്ണ് തുറന്ന് വിളിച്ചാൽ ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് 3 പ്രാവശ്യം വിളിച്ചേ. പരിശുദ്ധാത്മാവേ. നന്നായിട്ട് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ. അല്പം കൂടെ ഒച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കണം. യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചത് ആരാ കൊണ്ടുപോയത്? ആരാ നിയന്ത്രിച്ച് നിർത്തിയത്? പരിശുദ്ധാത്മാവ്. ഈ മരുഭൂമി അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നിട്ടാ ശക്തി പ്രാപിച്ചത്. ആ ശക്തിയിലാണ് വചന ശുശ്രൂഷ നയിച്ചത്. നിന്റെ ജീവിതത്തിൽ എപ്പോഴും ആഘോഷവും ആഡംബരവും ഒന്നുമല്ല. റിയാലിറ്റി ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. റിയാലിറ്റി വളരെ പെയിൻഫുൾ ആണ്, സങ്കടമാണ്, ഭാരമാണ്. എന്നാൽ ഈ സങ്കടത്തിന്റെ ചുട്ടുപഴുത്ത അനുഭവത്തിൽ, സഹനത്തിന്റെ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. ആമേൻ, ആമേൻ. അന്വേഷിക്കുവിൻ, തുറക്കും സ്വർഗ്ഗത്തിൻ കരവറ
പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, മുട്ടുവിൻ തുറക്കും സ്വർഗ്ഗത്തിൻ കലവറ. പ്രാപിക്കാം എത്രയോ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. പ്രാപിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. യേശുവേ, പ്രാപിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ. ആമേൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. വിടുതൽ എന്നും പ്രാപിക്കാം, ചേർന്ന് പാടി. വിടുതൽ എന്നും പ്രാപിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് യേശുവേ, 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 എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ചില അനുഭവങ്ങൾ ഞങ്ങളെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത വണ്ണം ഭാരപ്പെടുത്തിക്കൊണ്ടുണ്ട്. ആ മേഖലകളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എന്താണ് നിന്റെ ഭാരം? ആ ഭാരത്തിന് കർത്താവ് ഒരർത്ഥം നൽകും. ദൈവമറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങറിയാതെ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കില്ല. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു സാമ്പത്തിക തകർച്ചയാവും. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നറിയാതെ നമ്മുടെ കുടുംബത്തിൽ ചിലർ വിഷമിച്ചിരിപ്പുണ്ടാവും. പ്രാർത്ഥിക്കുക. ആ തകർച്ച ദൈവത്തിനറിയാം. ദൈവം ഒരു വഴി തുറക്കും. നമ്മുടെ കുടുംബത്തിലെയോ നമുക്കുണ്ടായ ചില രോഗങ്ങൾ, അതോടുകൂടി മാനസികമായിട്ട് തളർന്നു പോയവരുണ്ടാവും. എന്നാലും എനിക്കിത് വന്നല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയും, ദൈവമറിയാതെ നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും സംഭവിക്കില്ല. ദൈവം അറിയുന്നതാണെങ്കിൽ അതിന് മറ്റൊരു വശം ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നൊരു മേഖലയുണ്ട്. വിശ്വസിക്കുക. കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന ചില ബന്ധ തകർച്ചകൾ, ഒരുപക്ഷെ വായിൽ നിന്ന് വീണ ചില വാക്കുകൾ, അത് വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നുണ്ടാവും. വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നുണ്ടാവും. ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തി നന്നാവുന്നില്ലല്ലോ എന്ന് കരുതി ആരെയെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? കുടുംബത്തിൽ ഭാരപ്പെട്ടൊരവസ്ഥയാണ് ഈ വ്യക്തി മൂലം സംഭവിക്കുന്നതെന്ന് കരുതി, ഈ വ്യക്തി ഒരു അപമാനമാണ്, നാണക്കേടാണെന്ന് കരുതി മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഈ സമയം മനസ്സിൽ അവരെ ചേർത്ത് പിടിക്കുന്നത് കാണുക. ഈ ഒരു ഭാരം ഒരു അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റട്ടെ. ഒരു വ്യക്തിയെയും ഒരു പ്രോബ്ലമായിട്ട് കാണരുത്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ മാനുഷികമായ ചില വശങ്ങൾ അങ്ങനെ കിടക്കുന്നു. ചില വ്യക്തികളെ, ഈ വ്യക്തി ഒരു പ്രോബ്ലമാണ്, ഈ വ്യക്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നിങ്ങനെ നമ്മൾ ഒരുപക്ഷെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. എന്നാൽ പരിശുദ്ധ അൽത്താര നമ്മളോട് പറയുന്നു, നീ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട, ആരെയും ഒരു പ്രോബ്ലമായിട്ട് കണക്കാക്കണ്ട, മറിച്ച് അതൊരനുഗ്രഹമായിട്ട് മനസ്സിലാക്കണം. കർത്താവ് ആ അനുഗ്രഹം നിനക്ക് കയ്യിലേക്ക് വെച്ചു തരികയാണ്. ഈ ആരാധന സമയത്ത് നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാണ്. വിശ്വസിക്കണം. രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, എന്നിട്ട് നീ കണ്ണടച്ച് നിന്റെ കയ്യിലേക്ക് കർത്താവ്, ഇന്ന് വരെ നീ ഭാഗ്യക്കേടാണെന്നും അപമാനമാണെന്നും
ദൗർഭാഗ്യമാണെന്നും നാശമാണെന്നും കുരിശാണെന്നൊക്കെ കരുതി ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇതാ കർത്താവ് അതിൻ്റെ മറ്റൊരു വശം നിന്റെ കയ്യിലേക്ക് സമ്മാനിക്കുകയാണ്. നിന്റെ ചിന്താഗതികളെ കർത്താവ് മാറ്റിമറിക്കുകയാണ്. കർത്താവ് ഇതാ നീ വിചാരിച്ച മേഖലയിൽ മറ്റൊരു അനുഗ്രഹം നൽകി. നീ ദുരിതമാണെന്ന് വിചാരിച്ച അവസ്ഥയിൽ നീ കാണാത്തൊരു അനുഗ്രഹം നൽകി നിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ്. ഓരോ വ്യക്തിയും കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കുക, യെസ്, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നു. നിന്റെ രോഗം ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഇത് ദൈവമഹത്വത്തിനുള്ളതാണ്. വിശ്വസിക്കുന്ന രോഗികളെ അത് ഏറ്റെടുക്കുക. യെസ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഇന്നത്തെ എൻ്റെ കുടുംബത്തിലെ തകർച്ച ഇത് തലമുറകൾ തോറും അപമാനത്തിനുള്ളതല്ല, മറിച്ച് ദൈവം ഇടപെടുകയാണ്. വിശ്വസിച്ച് അത് ഏറ്റെടുക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തിപരമായ തകർച്ചകളിൽപ്പെട്ട് കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഈ വ്യക്തിയുടെ ഉയർച്ച ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കുഞ്ഞില്ലാതെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് എൻ്റെ ഈ ദുഃഖത്തെ കണ്ട് ഇതാ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവെ, നന്ദി പറയുന്നു. അങ്ങനെ ഓരോ കുറവും ഒരു അനുഗ്രഹമായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത അവസ്ഥയിൽ നിന്നുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കർത്താവ് ഇടപെടുകയാണ്. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. എൻ്റെ ഭാരമാണെന്നും കുരിശാണെന്നും സങ്കടമാണെന്നും കുറവുകളാണെന്നും ഞാൻ കരുതിയ ഓരോ അവസ്ഥയും കർത്താവെ അനുഗ്രഹമാക്കുന്നതിന് നന്ദി. കർത്താവെ, എനിക്ക് കർത്താവെ അങ്ങ് ഈ അനുഗ്രഹം നൽകുന്നതിന് നന്ദി. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത്രയും നാളും പ്രോബ്ലമാണെന്ന് കരുതിയ കാര്യങ്ങൾ ഇതാ ഈ അൾത്താരയുടെ മുമ്പിൽ ഒരു ബ്ലെസ്സിങ് ആണെന്ന് കരുതി ഏറ്റെടുക്കുന്നു. നിന്റെ മകൻ നിനക്കൊരു അനുഗ്രഹമാണപ്പാ. മകൻ ഒരു പ്രോബ്ലം അല്ല. മകൻ ഒരു പ്രോബ്ലമാണെന്ന് കരുതുന്ന ഒരു അപ്പനോടാണ് കർത്താവ് പറയുന്നത്, ഹീ ഈസ് എ ബ്ലെസ്സിങ്. മകനൊരു അനുഗ്രഹമാണ്, അവനൊരു പ്രശ്നമല്ല. മകൾ ഒരു പ്രശ്നമാണെന്ന് കരുതുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മകൾ ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു പ്രോബ്ലം അല്ല. വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ സഹിച്ച സഹനങ്ങൾ, ഭാരങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് അനുഭവിക്കുകയാണ്. രണ്ട് കരങ്ങളും ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് യേശുവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. എൻ്റെ സഹനങ്ങൾക്കൊരർത്ഥം നൽകുന്നവൻ, എൻ്റെ ജീവിത വഴികളിൽ എന്നെ പുത്തൻ വഴികൾ പഠിപ്പിക്കുന്നവൻ ഇതാ ഈ സമയത്ത് നിന്നിൽ ഇടപെടുന്നു. പ്രാർത്ഥിക്കുന്ന അനേകരിൽ കർത്താവ് ഇടപെടുന്നുണ്ട് കേട്ടോ. ഹബക്കൂക്കിന്റെ പ്രവചനം 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം നിങ്ങളുടെ മേൽ ഈ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഡോണ എന്ന് പേര് വിളിക്കുന്ന ഒരു മകളെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോ നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഇടപെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒരു കുഞ്ഞു ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനുള്ള ചില വൈകല്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ദമ്പതികളെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളോടാണ് കർത്താവ് പറയുന്നത്, ആ കുഞ്ഞൊരു പ്രോബ്ലം അല്ല, അതൊരു അനുഗ്രഹമാണ്. അതൊരു അനുഗ്രഹമാണ്. നിങ്ങളത് തിരിച്ചറിയും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭാരപ്പെടണ്ട. നിനക്കുണ്ടായ അപമാനം ഒരു അനുഗ്രഹമാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പലതും മനസ്സിലാവുന്നതിന് കർത്താവ് നിനക്ക് തന്നതാണ്. ആവശ്യ നേരത്തെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ. എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞില്ലേ? യേശു മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ. കർത്താവ് ആ ഒരു അവസ്ഥ നൽകി നിന്നെ പഠിപ്പിച്ചതാണ്. കർത്താവെ, എനിക്കുണ്ടായ അവസ്ഥയോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കണക്കുകൂട്ടലുകൾ തെറ്റി സങ്കടപ്പെടേണ്ട സഹോദര, കർത്താവ് കൂടെയുണ്ടെന്ന്. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് കർത്താവിൻ്റെ കണക്കുകൾ ശരിയാക്കാനാണ്. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് കർത്താവിൻ്റെ കണക്കുകൾ ശരിയാക്കാനാണ്. നിന്റെ കുടുംബത്തെക്കുറിച്ച് കർത്താവിന് ചില കണക്കുകൾ, പദ്ധതികളുണ്ട്. ജെറമിയ പ്രവചനം 29:11, ഇതാ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഓ ദൈവമേ, ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് നമ്മളത് വിശ്വസിച്ച് നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സംഭവിക്കട്ടെ. ഓ കർത്താവെ, സംഭവിക്കട്ടെ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക,
ദൈവമേ അത് സംഭവിക്കട്ടെ, ദൈവമേ അത് സംഭവിക്കട്ടെ, ദൈവമേ അത് സംഭവിക്കട്ടെ. അനുഗ്രഹം എന്നിൽ, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. വിശ്വസിച്ച വ്യക്തികൾ നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക. അതിനുശേഷം മുട്ടുകുത്തുക. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ